ഹേ ഗായ്സ്, മാമിന് നിക്കാഹല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ഷോപ്പിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവൻ്റെ നമ്മൾ ഇങ്ങോട്ടാണ് ഡ്രസ്സ് എടുക്കാനും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. നിക്കാഹിൻ്റെ അന്ന് ഇടാനും നിക്കാഹിൻ്റെ തലേന്ന് ഇടാനുള്ള ഡ്രസ്സും നമുക്ക് മേടിക്കണം. ഇവിടെ ഇവർ രണ്ടുപേരും ഇല്ലായിരുന്നു, പക്ഷേ ഇവരുടെ ഇമ്മ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും പാട്ട് പാടാനായിട്ട് പോയി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടുത്തെ ആൻറ്റിയായിട്ട് നല്ല കമ്പനിയായി. അതായത് ഞാൻ ഇപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചില്ലേ, അതിൻ്റെ അമ്മാനായിട്ട്. ദെൻ നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടോ. അവിടെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യുന്നു. അവിടുത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത്. ചപ്പല ഊരിയിട്ട് നമ്മൾ നേരെ ഉള്ളിലോട്ട് കയറി. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഡ്രസ്സൊന്നും പറ്റിയില്ല. അപ്പം നമ്മൾ വേറൊരു കടയിലോട്ട് വന്നിട്ടോ. അവിടെ നിക്കാഹിൻ്റെ അപ്പം ഇടാൻ പറ്റിയ ബ്രൈഡിനുള്ള ഡ്രസ്സൊന്നും നല്ലതായി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ വേറെ കടയിലോട്ട് വന്നു. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാതും നമുക്ക് എല്ലാവർക്കും നല്ല മേർക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. ഇവിടെ നിങ്ങൾ തന്നെ കണ്ടില്ലേ, കുറേ കളക്ഷൻസ് ഉണ്ട്. എന്നിട്ട് നമുക്ക് അവിടുന്ന് ഡ്രസ്സൊക്കെ പറ്റി. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഡ്രസ്സും മേടിച്ചു. നമുക്ക് നല്ലോണം വിശപ്പുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മളൊരു ഹോട്ടലിലോട്ട് വന്നു കേട്ടോ. ഇവിടെ തന്നെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് നേരെ ഹോട്ടലിൻ്റെ ഉള്ളിലോട്ട് കയറാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ അവരവിടെ വീക്കെൻഡ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത് എന്നൊക്കെ ഒരു വൈറ്റ് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ സ്റ്റെപ്പും കയറി നേരെ നമ്മളുടെ സീറ്റിൽ കയറി ഇരുന്നു. നമ്മൾ AC റൂമിലായിരുന്നു കേട്ടോ എന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ നേരെ തന്നെ മെനു നോക്കുകയാണ്. എന്താ മേടിക്കുന്ന ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ മെനു നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ മലയാളികളുടെ സ്ഥിരം, പിന്നെ നമ്മുടെ എപ്പോഴത്തെ മലയാളികളുടെ പരിപാടി വലിയ ആളായി മെനു ഒക്കെ നോക്കും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ബിരിയാണി മേക്കനെ പോകും. അതിനാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചത്. നിങ്ങൾക്ക് റിലേറ്റബിൾ ആണെങ്കിൽ ബിരിയാണി എന്ന് കമൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യും. ബിരിയാണി കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടു സബ്സ്ക്രൈബ്.